ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇന്നലെ രാവിലെ ലാൻഡ് ചെയ്തു. ആക്ച്വലി ഇന്ന് രാവിലെ ലാൻഡ് ചെയ്തു 3 മണിക്ക്. ആൻഡ് പിറ്റേ ദിവസം രാവിലെ കൺഫ്യൂഷനായി. 3-ാം തീയതി രാവിലെ ലാൻഡ് ചെയ്തു. ഇത് 4-ാം തീയതി രാവിലെ 3 മണിക്ക്. കറക്റ്റ് 24 മണിക്കൂറിൽ ഞാൻ അടുത്ത ട്രാവലിലേക്കാണ്. സോ ആരുടെ അത് എന്തെങ്കിലും തമ്മിൽ മനസ്സിലായി കാണും എങ്ങോട്ടാന്നൊക്കെ ഉള്ളത്. നിങ്ങൾ ഈ വ്ളോഗിൽ തന്നെ അറിയും. ഭയങ്കര ടയേർഡാണ്, കാരണം ഫുൾ യാത്രയാണല്ലോ. ബട്ട് ഐ എം സോ എക്സൈറ്റഡ്, സോ ഹാപ്പി. ഇതൊരു ഫാമിലി ഫൺ ടൈം ആയിരിക്കും. ആൻഡ് നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തി ഒന്ന് ഫ്രഷ് ആയിട്ട്. എത്ര പേര് എന്നോട് ചോദിച്ചെന്നറിയോ, ഇങ്ങനെ ഇത് ട്രാവൽ ചെയ്തിട്ട് മടുക്കുന്നില്ലെന്ന്. അതിൻ്റെ ഉത്തരം ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുവാണ്. എവിടെ? കൊച്ചി ടു മലേഷ്യ, മലേഷ്യ ടു ചൈന, ചൈനയിൽ നിന്ന് ഹോങ്കോങ്ങിൽ പോകണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഹോങ്കോങ്ങിൽ പോയില്ല. സോ അത് സ്കിപ്പ് ചെയ്ത് ബാങ്കോക്ക് ടു കൊച്ചി. ആൻഡ് ആ ദിവസം തന്നെ കൊച്ചി ടു എങ്ങോട്ടാണ് ഇപ്പം നമ്മുടെ ഫാമിലി അനൗൺസ് ചെയ്തതായിരിക്കും. സോ ഇങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു. ബട്ട് ടോട്ടലി എൻജോയിങ് ഇറ്റ്. സോ ലെറ്റ്സ് സീ വേർ വി ആർ. ആദ്യമേ തന്നെ ലക്കി നമ്പറാണ് എൻ്റെ നയന്. എൻ്റെ പ്രിയയുടെ മേതുൻ്റെ ഒക്കെ ലക്കി നമ്പറാണ്. സോ അത് അടിപൊളി ട്രിപ്പായിരിക്കും. ഓ, എന്നെ ഒന്നും വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഞാൻ ഇല്ലാതെ പോയതുകൊണ്ട് ഭയങ്കര സമാധാനമായിരിക്കുമല്ലോ വീട്ടില്. ആ കോലം കണ്ട് ഞാൻ നോക്കിക്ക്. ഞാൻ ഇല്ലാത്തതിന്റെ കോലം എനിക്ക് തോന്നുന്നു ഒരു 10 കിലോ കൂടെ 60 കിലോ കണ്ടേ ഉള്ളായിരുന്നു. 10 കിലോ കൂടെ പോയി. അപ്പൊ ഞാൻ ഒരു ട്രിപ്പും കൂടെ പോയാൽ ഇനി 10 കിലോ പറയും. ശരി, അപ്പൊ കേറി വരുമ്പോ ആദ്യം തന്നെ പറയേണ്ട ഒരു ഡയലോഗ്. എവിടെ? ഇത്രേ ഉള്ളൂ. ഓക്കെ. ഇത് ഏത് ഹോട്ടലാന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ആക്ച്വലി പുൾമാൻ ഷാർജയിലാണ്. 2 ദിവസം ഷാർജയിൽ താമസിക്കണം. അത് വന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അത് ഈവനിങ് ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ ഇതൊരു ഫാമിലി ഹോളിഡേ. ഞാൻ പോയതിന്റെ ഒരു മാസം ഞാൻ വേദു ഷോപ്പും എല്ലാം കൂടെ ഒരു സ്ട്രെസ് റിലീഫ് ട്രിപ്പ്. അതെ, നല്ല ഹോട്ടലാണ് അല്ലേ? ആ, ഭയങ്കര വലിയ റൂമാ. ഞാൻ നോക്കിയപ്പോ 500 സ്ക്വയർ ഫീറ്റ് കണ്ട ഒരു റൂം. അല്ലല്ല, പുതിയ ഹോട്ടലാന്ന് തോന്നുന്നു. സോ പുൾമാൻ ഹോട്ടലാണ്. വേദു പറഞ്ഞു ഇത് ഞാൻ കൊറേ കണ്ടല്ലോന്ന് ഇവിടെ. അതെ, നല്ല ഉറക്കമായിരുന്നു കേട്ടാ. ഞങ്ങൾ എല്ലാരും നല്ല ഉറക്കമായിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഞാൻ രാവിലെ എത്തിയിട്ട് നേരെ 3-ാം തീയതി രാവിലെ എത്തിയിട്ട് പെട്ടിക്കൂടെ തുറക്കാതെ 3-ാം തീയതി രാത്രി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. ഏറ്റവും ബെസ്റ്റ് ഇവിടുത്തെ നല്ല വ്യൂ ആണ്. ഇത് നോക്ക്. ഞങ്ങളിത് വെളിയിലൊന്നും പോകുന്നില്ലായിരുന്നു. സോ ഇവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. വ്യൂവും കൂടെ കാണിക്കട്ടെ. നല്ല വ്യൂ ആണ്, കണ്ട? ലഗൂൺ വ്യൂ. സോ വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ UAE. ഞങ്ങളുടെ സ്റ്റാർട്ടിങ് തന്നെ ഷാർജയിലാണ്. ആ, നമ്മൾ ഈ വഴി പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഷാർജയിൽ താമസിച്ചിട്ടില്ലല്ലോ. അതെ, ദില്ലു ദുബായിന്ന് അല്ല, ദില്ലു അവിടെ നിന്ന് ചൈനയിൽ നിന്ന് വരുന്ന ആ എക്സൈറ്റ്മെന്റ് എന്നെക്കാളും കൂടുതൽ വേദുവിനായിരുന്നു. അതെ, ഞാൻ ദില്ലുവിനോട് എന്ന് വരുന്ന ഇപ്പൊ ഒരു ഡെയിലി ചോദിക്കാറുണ്ട്. പക്ഷെ വേദു രാവിലെ രാത്രിയൊക്കെ അപ്പൊ വരും എന്തിനാ? ഈ ഡ്രസ് വാങ്ങാൻ ഞാൻ പെട്ട പാട് എനിക്ക് ജെഫ്രിനും അറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് വേദു. ഇത് മറ്റേ സ്ക്വിഡ് ഗെയിമിൽ ഒരു പാർട്ടിസിപ്പന്റിന്റെ നമ്പറാണ് 456. അതെ, അപ്പൊ അത് തന്നെ അവന് വേണമെന്ന് പറഞ്ഞ് ദില്ലു വാങ്ങിയതാണ്. ചൈന കിട്ടിയില്ല, മലേഷ്യ കിട്ടിയില്ല. ബാങ്കോക്ക് ഓർഡർ ചെയ്തു. ഉണ്ണി കൊണ്ടുവന്ന് തന്നു. അത് ചെറുതായി. പിന്നെ രാവിലെ ഞാൻ ഒരു ഷോപ്പിൽ പോയി. അവിടെ അത് ചെറുതാന്ന് സൈസ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ആ ഷോപ്പ് കീപ്പറിന്റെ കൂടെ ടാക്സി പിടിച്ച് അയാളുടെ ഫാക്ടറി അല്ല, അയാളുടെ സ്റ്റോക്ക് ഹൗസിൽ പോയി അവിടെ നിന്ന് സാധനം എടുത്തോണ്ട് വന്ന. സാധനത്തിന് ആ കൂടെ വല്ല 1000 രൂപ ഉള്ളെങ്കിൽ ഇത് വാങ്ങാൻ ഒരു 5000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, വണ്ടി പിടിച്ച് പോയിട്ടുള്ളത്. സോ വേദു സ്റ്റൈലായിട്ട് ഉണ്ടല്ലോ എല്ലാരും. എക്സൈറ്റ്മെന്റ് സ്കൂളിലെ ടീച്ചറോടൊക്കെ പറഞ്ഞു 4, 5, 6 അല്ല ഞാൻ ദുബായ്
ദുബായ് എന്നൊക്കെ പറഞ്ഞത്. ഇത് വേദു സ്ക്വിഡ് ഗെയിമിലെ ഒരു 456 പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. സോ അതിന്റെ ഡ്രസ്സാണുള്ളത്. ഒരു മിനിറ്റ്, എന്തോ അതുകൊണ്ട് 456 എന്ന് തന്നെ പറയണം. അതുകൊണ്ട് കൊറിയൻ ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ദുബായിൽ ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. ആ എല്ലാരും വേദുവിനെ മിസ് ചെയ്തു. എല്ലാവർക്കും ഹായ് പറ. ബെഡ്റൂം ബാത്റൂം കൂടെ കാണിച്ചു തരാം. നല്ല വലിയ റൂം. ചാർജ് വരുന്നവർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. സോ യു ഗോട്ട് ദിസ് ഹോൾ ബിഗ് ബാത്ടബ്. ഓബിയസ്ലി പുൾമൻ ആയതുകൊണ്ട് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ട്. വലിയ ബാത്ടബ് ഉണ്ട്. ആൻഡ് ഓബിയസ്ലി ഇവിടെ ഒരു വലിയ മിററും ബാത്റൂമും അതുപോലെ ടോയ്ലറ്റും. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്നൊന്ന് ഒരു ടൈം സോൺ ഒക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ എവിടെയാന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മയൊന്നുമില്ല, അറിയുന്നൊന്നുമില്ല. എല്ലാം ഇങ്ങനെയുള്ള ഒരു യാത്ര ചെയ്തോണ്ട് എവിടെയാന്ന് ഞാനിത് സത്യമായിട്ടുണ്ടല്ലോ. ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ ജെഫ്രിനെയാ തപ്പുന്നത്. ജെഫ്രിനെ എവിടെയാ ഞാൻ നോക്കുന്നത്. അതൊന്നും ചെയ്തില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ജെഫ്രിനെ തപ്പി എഴുന്നേറ്റിട്ട്. അപ്പൊ ഇത് കഴിഞ്ഞത് നമ്മൾ ഫുഡ് എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മറ്റേ നൂൺ ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ. സോ അതിൽ നിന്ന് എല്ലാം നമുക്ക് ആ ഒരു അറബിക് ഫുഡൊക്കെ വേണം എന്നായിരുന്നു ആഗ്രഹം. പ്രിയ ജാത്തറൊക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. സോ ഇത് എന്തൊക്കെയൊന്നും അതിൻ്റെ മങ്കീഷ് വിത്ത് ചിക്കനാണ്. അതുപോലെ തന്നെ ഒരു മങ്കീഷ് വിത്ത് ചീസ് ആൻഡ് ജാത്തർ മങ്കീഷോ അങ്ങനെ എന്താണെന്ന് പറയുന്നത്, ജാത്തർ. ഇതാണ് നമ്മുടെ ലഞ്ച്. ഈവനിങ് ആയി. ഇത് കഴിഞ്ഞ് വേദനയും കൊണ്ടൊന്ന് പൂളിൽ പോവാം. വാ, എന്നിട്ടാണ് എനിക്ക് അടുത്ത എൻ്റെ സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഇനിയില്ല കേട്ടാ, ഇത് ഒള്ളി ഫുൾ വിത്ത് ഗ്യാങ്. നമ്മളെ ഗ്യാങ് നോക്കിക്കോടെ. അതെ പ്രിയ, ഞാനേ ഇപ്പം ചൈനയിലൊക്കെ പോയി കുറച്ച് പരിഷ്കാരിയായി. ചൈനേനെ പോലെ തന്നെ ഞാൻ പുതിയ സ്കിൻ കെയർ ഒക്കെ തുടങ്ങാൻ പോവാണ്. ചൈനക്കാരെ പോലെ. അവിടെ ആണുങ്ങൾ എന്നെ കാട്ടി കൂടുതൽ സ്കിൻ കെയർ ചെയ്തേ തോന്നുന്നു. സോ ഇനി എൻ്റെ പുറകെ വരരുത്. എൻ്റെ സ്കിൻ്റെ തിളക്കമൊക്കെ കണ്ടിട്ട് ഞാൻ ഒരു പുതിയ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് എനിക്കുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല ഇത് ലെവല് മാറ്റുവാണ് ഞാൻ. ഏതൊരു ചിരി കൊടുക്കണ്ട. അത് കണ്ട ഞാൻ വാങ്ങി. ഞാൻ അതിന്റെ സ്കിൻ കെയർ ഒക്കെ മാറ്റാൻ പോവാ. ഇതിപ്പോ കൊറിയയുടെ ഒരു വൈറൽ സംഭവമാണ്. ഇതിന്റെ പേര് എന്താ, ലിനേജിന്റെ പെർഫെക്റ്റ് റിന്യൂ 3x സിഗ്നേച്ചർ സിറം. സോ ഇത് ആക്ച്വലി സംഭവമാണ്. എനിക്കൊന്ന് റീൽസിൽ കോസ്മെറ്റിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഭയങ്കര നല്ല റിസൾട്ടാണ് പറയുന്നത്. വേൾഡ് വൈഡ് ഇത് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടാണ് നിൽക്കുന്നത് ഈ പ്രോഡക്റ്റ്. ഇതിൽ 3 സിറംസ് ഉണ്ട്. ആൻഡ് ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല ഓബിയസ്ലി. പക്ഷേ ഇതിവിടെ ഇന്ത്യയിൽ കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല. ഒറിജിനൽ, ഫേക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇത് ഞാൻ തായ്ലൻഡിൽ നിന്നാണ് വാങ്ങിയതെന്ന് തോന്നുന്നു. സോ അറൗണ്ട് 2640 ബാത്താണ്. ഇതിൽ 3 സിറം ഒരുമിച്ച് വരും. നല്ല രസം അത് എടുക്കുന്നൊക്കെ കാണിക്കാം. രാത്രി കാണിച്ചു തരാം. സോ എവിടെ ഇനി എൻ്റെ സ്കിൻ വേറെ ലെവലാവും കേട്ടല്ലോ. ഇല്ല ഒന്നുമല്ല, ഞാൻ ആദ്യം ഇത് കണ്ട് അയച്ചു തന്നത്. എന്നിട്ട് എനിക്ക് തിരിച്ചു അയച്ചു തന്നു. ബാ പുളി പോവാം. അടുത്ത ആള് അതെ. എന്ത് സെറ്റപ്പ് അല്ലേ. ഞാൻ ഷാർജയിൽ ആക്ച്വലി എന്നോട് ആൾക്കാരെ, ഞാൻ ഷാർജയിൽ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഭയങ്കര ഒരു റിസർവ്ഡ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി ആയിരിക്കും വെൻ കമ്പയർഡ് ടു ദുബായ്. പക്ഷെ ഇത് നല്ല വൈബുണ്ട്. ഒരു 5th ഫ്ലോറിൽ സ്വിമ്മിംഗ് പൂൾ. ഇവിടെ ഒരു ബാർ ലൈക്ക് ഇതുണ്ട്, പൂൾ ബാർ ഉണ്ട്, സ്വിമ്മപ്പ് ബാർ, കിഡ്സ് പൂൾ ഉണ്ട്. വെരി നൈസ് പ്ലേസ്. നോ, നല്ല ലഗൂൺ വ്യൂ. ഒരുപാട് നമുക്ക് സൺ ബാത്ത് ചെയ്യാനുള്ള ബെഡ്സ് ഉണ്ട്. ഇനി വെള്ളം കൂടെ ഹീറ്റഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും കൂടെ ഒന്ന് തൊട്ട് നോക്കട്ടെ. നോക്കിക്കേ, അപ്പ ഇല്ലാതെ ഏത് അപ്പയും സാഡ് ആയിട്ട് ഇപ്പൊ അപ്പ അതപ്പ ഫുൾ എൻജോയ്മെന്റ്. ഇത് നല്ല തണുപ്പുണ്ട്, അറിയാലോ. ഈ ദുബായില് ഈ ടൈമിൽ നല്ല തണുപ്പുണ്ട്. പക്ഷെ പൂൾ ഇസ് വോം. ഔട്ട്ഡോർ ആയിട്ട് വരെ വോം ആൻഡ് ബ്യൂട്ടിഫുൾ ആംബിയൻസ്. എല്ലാരും ഇത് നോക്കാൻ. ഓ മുങ്ങാൻ പോണോ? ഓ 1 2 3. ഓ അണ്ടർ വാട്ടർ സ്വിമ്മർ വേദു. എല്ലാരും കണ്ടു. എന്തൊരു വ്യൂ ആണ് നോക്കിക്കേ. ലവ്ലി. ഇത് ആക്ച്വലി ഈ ഷാർജ ദുബായിലൊക്കെ ഹോളിഡേക്ക് വരുന്നവർക്ക് 1 ദിവസമോ 2 ദിവസമോ ഒക്കെ ഇവിടെ താമസിച്ചാൽ നല്ല ചിൽഡ് ഔട്ട് ആയിരിക്കും. വലിയ റേറ്റും ഇല്ലല്ലോ.
എനിക്കൊന്ന് എനിക്ക് തോന്നുന്നേ ഇപ്പോൾ ഈ റംസാൻ ടൈമും കൂടെ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് ആക്ച്വലി പുൾമൻ്റെ ഈ ഹോട്ടൽ കിട്ടിയിരിക്കുന്നത് റേറ്റ് എനിക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്സ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ പോലും ഒരു 6000 രൂപ വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ പെർ നൈറ്റ് കിട്ടിയിരിക്കുന്നത്, വിച്ച് ഇസ് സോ അഫോർഡബിൾ നോ. പിന്നെ നമുക്ക് റൂമിനുള്ള അപ്ഗ്രേഡും അതുപോലെ ഓഫേഴ്സൊക്കെ ഡിസ്കൗണ്ടിൽ നമ്മൾ മെമ്പർ ആയതുകൊണ്ട് ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ അല്ലെങ്കിലും 6000 രൂപയ്ക്ക് ഈ റൂം സെറ്റാണ്. 2000 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതെടുത്തില്ല. യെസ്, ബട്ട് ദിസ് ഇസ് അമേസിങ് വ്യൂ ഫ്രം ഹിയർ ഗായ്സ്. അപ്പോൾ നല്ലൊരു സ്വിമ്മിങ് സെക്ഷനൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, പെർഫെക്റ്റ് വെതർ. വേദുവിനും മൂടൊക്കെ കണ്ടതിനൊരു സന്തോഷമായിരിക്കും. ഇവിടെ വരുമ്പോൾ അധികം സമയമുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു പക്ക എന്താ പറയുന്ന ഒരു റിലാക്സിങ് ആംബിയൻസ് ആണ്. അപ്പോൾ നേരെ പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നടക്കാനിറങ്ങാം. പറ്റുമെങ്കിൽ ഒരു കുനാഫ അടിക്കണം. എന്ത് രസവും നോക്ക്. എനിക്കൊന്ന് റംജാനും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ കണ്ട നല്ല ഭംഗിയുണ്ട്. ഒരു ഷോളൊക്കെ ഇട്ട് പുതപ്പിച്ചിട്ട് ലൈറ്റിലൊക്കെ. വേദ ഏറ്റവും ബെസ്റ്റ് സീറ്റാണ് പോയി പിടിച്ചിരിക്കുന്നത്. ആ ചാരിയൊക്കെ ഇരിക്കാൻ നല്ല രസമുണ്ട്. അല്ല, എനിക്കത് പൈനാപ്പിൾ ആണ്. അല്ല ആണോ? കൊള്ളാമല്ലോ, രാത്രി ആകുമ്പോൾ ഓൺ ചെയ്യായിരിക്കും. ഇതൊരു മാംഗോ പാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക് ആണ്. ബ്യൂട്ടിഫുൾ റിഫ്രഷിങ് ഡ്രിങ്ക് ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഒരു ഹയാത്തിനൊക്കെ ക്വാളിറ്റി ആണ് എനിക്കൊന്ന് ഈ പുൾമൻ ഹോട്ടൽസിന്. ആൻഡ് പ്രിയയുടെ ഒരു സ്പാനിഷ് ലാറ്റെ കണ്ടൻസ് മിൽക്ക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. മതി മെലിഞ്ഞത്. ഞാൻ മെലിഞ്ഞു, എല്ലാരും പറഞ്ഞറിയോ? ഞാനും ഭയങ്കരമായിട്ട് മെലിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം. അതല്ലേ ഇങ്ങനെ വാങ്ങി തരുന്നേ. എനിക്ക് ഒരു കുശുമ്പും ഇല്ല. അതാ ഞാൻ കുടിച്ചോളാം. എന്താ ഇത് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ കുനാഫ കഴിക്കും, ഡോൾമ കഴിക്കും. ഇതൊന്നും തരില്ല കേട്ടോ. ഓർമ്മയുണ്ടോ മറ്റേ ടർക്കിയിൽ ഉണ്ട, ഗുലാബ് ജാമുൻ പോലത്തെ ഡ്രൈ ഉണ്ട നമ്മൾ പ്രിൻസസ് ഐലൻഡിൽ കഴിച്ചത്? അപ്പൊ അതൊക്കെ കഴിക്കാം. അത് തന്നെ ഞാൻ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊന്നും കഴിക്കാൻ അപ്പൊ ഇതൊന്നും കഴിക്കരുത് കേട്ടല്ലോ. അവര് കൊണ്ടുവന്ന് വെച്ചതാ. ഇനി നമ്മൾക്ക് എവിടെ പോയാലും ഇത് കിട്ടും കേട്ടാ. ഇത് ആർക്കാണെങ്കിലും കിട്ടും. നമ്മളെ പറഞ്ഞില്ലേ, നമ്മളെ അക്കോറിന് മെമ്പർഷിപ്പ് എടുത്ത് പിന്നെ ഭയങ്കര ബെനിഫിറ്റ്സ് ആണ്. കുറേ ഫ്രീ സ്റ്റേസും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോ കാണാം. പക്ഷെ എപ്പോഴും നമുക്ക് എവിടെയെങ്കിലും ഇതുപോലെ എല്ലാ ഹോട്ടൽസിലും കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഇതുപോലത്തെ സാധനങ്ങൾ തരും കേട്ടാ. ഇതെനിക്ക് വേണം. ഇതൊക്കെ സ്ട്രോബെറി വിത്ത് വൈറ്റ് ചോക്ലേറ്റാ. ഇത് ഫുൾ ബെറീസ്. ഇത് മറ്റേ ജാം റോൾസ് പോലത്തെ, പിന്നെ കുക്കീസ്, ഫുൾ സെറ്റ്. എനിക്ക് ചോക്ലേറ്റ് മാത്രം മതി. ഇനി എപ്പോഴും പറയും കേട്ടാ പ്രിയ, ഇനി നമുക്ക് അക്വാർ ഹോട്ടൽസിൽ മാത്രം തന്നാ മതിന്ന്. അതെ, ഇഫ്താർ നമുക്ക് എന്തായാലും കഴിക്കാൻ പോണം. ദുബായ് വന്നിട്ട് എന്തായാലും ഇഫ്താറിന് പോകണ്ട. അതല്ല, ഇപ്പൊ ഇനി രാത്രി ഭയങ്കര വൈബായിരിക്കും. 6 മണി തൊട്ടല്ലേ ഇവര് ഫാസ്റ്റ് തുറക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം 3 മണി 4 മണി വരെ ഓപ്പൺ ആയിരിക്കും. അതെ, അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമുക്ക് പിറ്റേ ദിവസം 6 മണിക്ക് കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ വാങ്ങുവിളി കഴിച്ചു കഴിയുമ്പോ കഴിക്കാം. അത് വലിയ പാട് നമ്മുടെ രീതിയിൽ പാടില്ല. പക്ഷെ വെള്ളം കുടിക്കാൻ പാടില്ല. അത് നമ്മൾ യൂസ്ഡ് അല്ലല്ലോ. ഒന്നും തുപ്പൽ പോലും ശരിക്കും വിഴുങ്ങില്ല. കുറെ പേര് അറിയോ? കണ്ടു, ഇതൊക്കെ റംസാൻ ഡെക്കറേഷനാ. ശരിക്കും അങ്ങനെയാണ്. പക്ഷെ എനിക്കൊന്നും എല്ലാരും അത്രയും ഒന്നും നോക്കില്ല. വെള്ളം തൊടില്ല അവര്. അതല്ലേ, അതൊരു ആ ഒരു ഹോളിനെസിന്റെ ഗ്രേറ്റ്നെസ് ആണ്. ട്രൈ ചെയ്യാം. പക്ഷെ എനിക്ക് വെള്ളം കുടിക്കാതെ കുറച്ച് പാടായിരിക്കും. നമ്മൾ യൂസ്ഡ് അല്ലല്ലോ. നമുക്ക് എന്തായാലും ഒന്ന് നടക്കാം. അത് കണ്ടു, നൈസായിട്ടുണ്ടോ. ഫസ്റ്റ് ടൈം വാക്കിംഗ് അറൗണ്ട് ഇൻ ഷാർജ. എത്ര കാലത്തിന് ശേഷം UAE വരുന്നത്. ഫീലിംഗ് സോ നൈസ് ടു ബി ബാക്ക് ടു ദിസ് അമേസിങ് കൺട്രി. ഷാർജയിൽ ആദ്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു വാട്ടർ സൈഡിൽ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. നാളെ പ്രോപ്പർ ഷാർജ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ, കറങ്ങാം.
ഒരുപാട് മോസ്ക് മ്യൂസിയംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും നമ്മൾ പോകാൻ പറ്റില്ല. എനിക്ക് മോസ്ക് കയറാൻ പറ്റുമോ ചെക്ക് ചെയ്യണം. ഇതൊന്നും ഇവിടുത്തെ ഒരു ഫേമസ് ബേക്കറി ആണെന്ന് തോന്നുന്നത്, കാരണം കുറേ ആൾക്കാർ കയറി പോകുന്നത് കണ്ടു. കുനാഫ കിട്ടുമെന്ന് നോക്കണം. പക്ഷെ കുനാഫ ഇന്ന് കഴിക്കണ്ടല്ലോ പ്രിയ, കുനാഫ ഇന്ന് കഴിക്കണ്ടല്ലോ, റൂമിലെ സ്ട്രോബെറി. അപ്പൊ ഞാൻ കഴിച്ചോളാം. കുനാഫ കുനാഫ എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. എല്ലാരും വേദുവിനെ സ്ക്വിഡ് ഗെയിം 4, 5, 6 എന്തൊരു ഷോ ഇത്. ഇത് ദുബായിൽ ആർക്കും കാണില്ല. കുട്ടികൾക്ക് ഇനിയും 7 ദിവസം ഒരു ഡ്രസ്സായിട്ട് വന്നാൽ മതിയായിരുന്നു. അതൊന്നും ഇല്ലായിരുന്നു. മതി. എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഷാർജ ഇഷ്ടമല്ലാത്തത്, എനിക്ക് ഉറപ്പല്ല കേട്ടോ. ഐ തിങ്ക് സോ ആൽക്കഹോൾ ഷാർജയിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. ദുബായിലും കാണും, ഓബിയസ്ലി റാസൽ ഖൈമയിലും ഉണ്ട്. ഇവിടെ കാരണം ഞങ്ങളുടെ ഹോട്ടലിൽ സ്വിമപ്പ് ബാറും പിന്നെ അങ്ങനെ മെനുവിലൊക്കെ നോക്കിയപ്പോൾ ആൽക്കഹോൾ കണ്ടില്ല. അപ്പോൾ ഐ തിങ്ക് സോ ഷാർജയിൽ ആൽക്കഹോൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറേ പേർക്ക് ഇവിടെ ഇങ്ങോട്ട് വന്ന് ഹോളിഡേ ഒക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമില്ലാത്ത. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് കാം, ഇറ്റ്സ് സെറീൻ. പക്ഷെ ആവശ്യമുള്ള എല്ലാം ഉണ്ട്. ദുബായിയുടെ തൊട്ടടുത്താണ്, മച്ച് മോർ അഫോർഡബിൾ ആണ്. പക്ഷെ അത്യാവശ്യം എല്ലാ ലക്ഷറി ഉണ്ട്, ക്ലീൻ ആണ്. ഇനി ആ വാട്ടർ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ഞാൻ വിചാരിച്ചു ഈ ഷാർജയിൽ വലിയ വലിയ ബിൽഡിങ്സ് ഒന്നും കാണില്ല, എല്ലാം പഴയ ബിൽഡിങ്സും അതുപോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് പുതിയ ബിൽഡിങ്സ് ആണ്, അത്യാവശ്യം ഡെവലപ്ഡും ആണ്, നല്ല ഏരിയ ആണ് കേട്ടോ. കുറേ വാട്ടർ ഫ്രണ്ടേജ് ഉണ്ടെന്ന് തോന്നുന്നു ഷാർജയിൽ, കുറേ വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട്. എന്താ വന്ന് ഒരു ദിവസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും ലോണ്ടറിയാ? വാ ഇനി വേദുവിന്റെ അടുത്ത ഷോ ആണ് ഇവര് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടാ. നോക്കട്ടെ പോകാം, നോക്കട്ടെ പോകാം, നോക്കട്ടെ വേദുവിന്റെ പോകാം, നോക്കട്ടെ ഇത്. എന്താ പറയുന്നതെന്ന്. പിന്നെ ഒന്നും അറിയാത്തൊരു പാവം. എന്നെ ഇടിക്കുന്നത്. സിമ്പിൾ പ്ലഷേഴ്സ് ഓഫ് ലൈഫാണ്. നല്ല വാട്ടർ ഫ്രണ്ടേജ്, നല്ല വാക്ക് ചെയ്യാനുള്ള സൗകര്യം, വണ്ടി കാറും 2 വീലറും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഒരു ചായ കുടിക്കുക, എല്ലാം. എന്താ എന്താ പറഞ്ഞ? നല്ല നല്ല ഡ്രസ്സെന്നോ? പിന്നെ നല്ല തണുപ്പുണ്ട്. വാ, നല്ല അല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാടും ഒരു സ്വർഗമായേനെ. നാട്ടിൽ ഇതുമാതിരി നല്ല ക്ലീൻ ഏരിയ ആണെങ്കിൽ എല്ലാവർക്കും നടക്കാൻ വൈകുന്നേരം നല്ല പറ്റിയൊരു സ്ഥലം. അതെ അല്ലേ? അതിന്റെ ഇടയിൽ നടന്നു വരുമ്പോ ഒരു കോഫി കുടിക്കാൻ പറ്റിയൊരു സ്ഥലം. അതെ അല്ലേ? അത് വാട്ടർ ഫ്രണ്ടേജ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. അതെ, ഫുൾ ഫാമിലി എല്ലാരും വെളിയിൽ വന്ന എല്ലാവരുടെ ആരോഗ്യം ബെറ്റർ ആയേനെ. ഇവ എല്ലാരും ഫ്ലാറ്റിനകത്തും വീടിന്റെ അകത്തും അല്ലേ. ഈ ഏരിയ എന്ന് പറയുന്ന ഒരു അൽബ്രീജ് എന്ന് പറയുന്ന ഒരു ബീച്ചാണ് ആക്ച്വലി. കണ്ട ബീച്ചാണ്, പക്ഷെ ആരും വെള്ളത്തിലൊന്നും ഇറങ്ങുന്ന കാണുന്നില്ല. ബട്ട് യു ഹാവ് എ വെരി നൈസ് വാക്ക് വേ, കണ്ടിന്യൂസ്ലി ക്ലീനിങ്. ബീച്ച് അതെ, എനിക്കൊന്ന് ലേക്കും ബീച്ച് എന്ന് പറയുമല്ലോ. വേവ്സ് ഒന്നും ഇല്ല, അല്ല കടലല്ല, എനിക്കൊന്ന് ലേക്ക് വെച്ച് ബീച്ച് ചെയ്ത് വെച്ചിരിക്കുക. നൈസ്. എന്തായാലും അതുകൊണ്ട് ഒരു നല്ലൊരു വാട്ടർ ബോഡി ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്, നല്ല കാറ്റുണ്ട്. അതാ വ്യൂ ഇതാ. അതെ അതെ, അത് നല്ല ആംബിയൻസ് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി ബഹളവും ഒന്നും ഇല്ലല്ലോ. ഷാർജ നല്ല സ്ഥലമാണ് കേട്ടോ, ജീവിക്കാൻ എനിക്കൊന്ന് നല്ല ഒരു സ്ഥലമാണ്. എനിക്കൊന്ന് വെള്ളം അടിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഒരു പാട്. ഞങ്ങളിവിടെ ഇപ്പോൾ കുറച്ച് നേരം ഇരിക്കുമായിരുന്നേ. വോട്ട് വി എൻവി, ലിറ്ററലി ജെലസ് ആയിട്ട് തോന്നുന്നത് എന്താ അറിയോ? ഗൾഫ് രാജ്യങ്ങളിൽ ഓബിയസ്ലി സിംഗപ്പൂർ അതൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഗൾഫിലായതുകൊണ്ട് ഇവിടുത്തെ കാര്യം അറിയാം. എത്ര കുട്ടികളാണെന്നറിയോ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് ഇവിടെ. എനിക്കൊന്ന് വേദന കാട്ടി ഒരു 2-3 ഇയേഴ്സ് മൂത്തത്. പാരൻസ് എവിടെയെങ്കിലും കാണും, എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടായിരിക്കും കോഫിയൊക്കെ കുടിച്ചുകൊണ്ട്. ഫ്രീ ആയിട്ട് നടക്കും. ഐസ്ക്രീം വാങ്ങി തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ അത് എക്സാം ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ ഒരു ഇന്നത്തെ ലൈഫിലൊരു ലക്ഷറിയാണ് ശരിക്കും. ആ ഒരു കുട്ടികൾ എൻജോയ് ചെയ്യുന്ന ഫ്രീഡവും സേഫ്റ്റിയും. നമ്മൾ ദുബായ് എക്സ്പെൻസീവ് എന്ന് പറയും, ഷാർജ അല്ലെങ്കിൽ UAE എക്സ്പെൻസീവ് എന്ന് പറയും. പക്ഷെ ആ എക്സ്പെൻസിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് അറിയണം. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഇസ് ഫ്രീഡം ആൻഡ് സേഫ്റ്റി. ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഫ്രീഡം ധൈര്യത്തോടെ ഉപയോഗിക്കണമെങ്കിൽ സേഫ്റ്റി വേണ്ടേ? അതില്ലല്ലോ. ഒന്നില്ലെങ്കിൽ വണ്ടി ഒന്ന് ഇടിക്കും, അല്ലെങ്കിൽ പട്ടി ഒന്ന് കടിക്കും, അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും ഹറാസ് ചെയ്യാൻ സാധ്യതയുണ്ട്, മോഷണം വരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ആൻഡ് നോ വൺ ക്യാൻ ഡിനൈ ദാറ്റ് ഫാക്ട്. പക്ഷേ
ഗൾഫിൻ്റെ ഒക്കെ ഒരു അനുഗ്രഹം അതാണ്. സോ ഗൾഫിലുള്ളവർ പ്ലീസ് ഡു വാല്യൂ വാട്ട് യു ഹാവ്. ഒരുപാട് പേര് പറയും നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ഫീലും അതൊക്കെയാണ്, പക്ഷേ വാല്യൂ വാട്ട് യു ഹാവ് വെൻ യു ലിവ് ഇൻ ദ ഗൾഫ്. അത് ശരിക്കും നമ്മൾ ലോങ് ടേം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ, ഞാൻ 10 വർഷത്തിന് മുമ്പല്ല പറയുന്നത്, ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നാട്ടിൽ താമസിക്കുമ്പോൾ അറിയുള്ളൂ ഹൗ ഡേഞ്ചറസ് ദ പ്ലേസസ്. എന്ത് വേണമെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കാന്നുള്ള രീതിയിലാണ് സത്യം ഇപ്പം നാട്. ഞങ്ങൾ നല്ലൊരു സ്ട്രീറ്റ് സൈഡിൽ, നമ്മുടെ ഹോട്ടൽ തൊട്ടപ്പുറത്താണ്. ഇത് നമ്മുടെ ഹോട്ടലാണ്. നമ്മൾ ഷോർട്ട് കട്ടൊക്കെ കണ്ടുപിടിച്ചു. ഗൂഗിൾ മാപ്സ് ഒന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് നെറ്റില്ല. അതുകൊണ്ട് എല്ലാവരും മുഖത്തോട് നോക്കിയിരിക്കുക. നല്ല സ്ഥലമാണ്. ഒരു ലെബനീസ് റെസ്റ്റോറൻ്റ് ആണ്. റിവ്യൂ ഒന്നും നോക്കാതെ ഞാൻ ആദ്യമായിട്ട് കയറുന്ന ബാർബർ റെസ്റ്റോറൻറ്റ്, അതോ ബാർബർ അല്ല, ബാർബർ റെസ്റ്റോറൻറ്റ്. ലെബനീസ് ഫുഡാണ്. ഒരു മിക്സ് ഗ്രില്ല്, നല്ല കാറ്റ്, നല്ല വെതർ. സെറ്റായില്ലേ? നോക്കിയിരിക്കുക. അതെ, അയ്യോ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഞാൻ എങ്ങനെയും മുഖത്തിന്. അതെ, ആ ഇതിപ്പോ കറണ്ട് പോകുമ്പോഴേ, സാധാരണ പണ്ടൊന്നും കറണ്ട് പോവായിരുന്നല്ലോ. അപ്പൊ ഫോൺ വന്നതിന് ശേഷം അപ്പൊ കറണ്ട് പോക്കൊക്കെ കുറവാണല്ലോ. അതെ, അപ്പൊ കറണ്ട് പോകുമ്പോ ആൾക്കാർ പറയാ, ഇന്നലെ കറണ്ട് വീട്ടിൽ പോയപ്പോ അച്ഛനും അമ്മയായിട്ടൊക്കെ സംസാരിച്ചു, അവരൊക്കെ നല്ല ആൾക്കാരാണ്. അതുപോലെ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്ത നല്ല ആൾക്കാരാണ് അവരൊക്കെ, അച്ഛനും അമ്മയും. എനിക്ക് തോന്നുന്നു ഈ റംസാൻ ആയതുകൊണ്ട്, ആ ഒരു ഹോളി മന്ത് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ഏതൊരു ഫ്രീ ഓറഞ്ച് ജ്യൂസൊക്കെ ഫസ്റ്റ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇനി സ്ക്വിഡ് ഗെയിം ഡ്രസ് ഇട്ടോണ്ടാണോ? അതായിരിക്കും ചിലപ്പോ. ആരിത് 4-5? അത് കണ്ടാലും ഒരു കൊറിയനെ പോലെ ഉണ്ടല്ലോ മുടിയൊക്കെ. ഇപ്പോൾ നോക്ക് സൈഡ് പ്രൊഫൈല്, ഒരു കൊറിയനെ പോലെ തന്നെ ഉണ്ട് അവൻ. ഓ, നല്ല പ്ലേറ്റിംഗ് ഒക്കെ ആണല്ലോ ഇവരുടെ. അത് ഫ്രഷ് ഫില്ലറ്റ് ആണ് അവർ പറഞ്ഞിട്ട്, ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. സോ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ഓറഞ്ച് ജ്യൂസും ആണ് വേദുവിൻ്റെ ഡിന്നർ. ഫുഡും കൊറിയനായ ഇതൊരു ഏറ്റവും ചെറിയ മിക്സ് ഗ്രില്ല് പറഞ്ഞതാണ്. സോ എനിക്ക് തോന്നുന്നു ഇതിൽ പൊട്ടാറ്റോ, ഇവരുടെ എന്തൊരു ബ്രെഡ്, പിന്നെ ഷീഷ് താവുക്ക്, കബാബ്സ്, ടിക്ക, എല്ലാ സംഭവം ഉണ്ട്. കുബൂസ് കുറച്ച് തന്നിട്ടുണ്ട്. ദെൻ യു ഹാവ് യുവർ തൂമ്പും, അതുപോലെ തന്നെ ഹമൂസും, നമ്മുടെ സാലഡ്സും, എവറിത്തിങ് ഇസ് ദർ. നൈസ് വെതർ, നൈസ് ആംബിയൻസ്, എക്സ്ട്രീംലി ചീപ്പ്. ഇതെനിക്ക് തോന്നുന്നു ഒരു 800-600 കണ്ടേ ഉള്ളൂ. ആ, എല്ലാത്തിലും ചുമ്മാ. എനിക്കൊന്നും ഇവിടെ കിഴങ്ങ് ഇവർക്ക് ഫ്രീ കിട്ടുമെന്ന് തോന്നുന്നു. അടിപൊളി. ഇവരെല്ലാവർക്കും കൊണ്ട് ഓറഞ്ച് ജ്യൂസ് ഫ്രീ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഫ്താർ കഴിഞ്ഞിട്ട് ബാക്കി അവർ എല്ലാവർക്കും ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ മുകളിൽ കൊടുക്കുമോ? എനിക്കെന്തെങ്കിലും തരുമോ സ്നേഹബന്ധത്തിൻ്റെ മുകളിൽ? അതവർ തന്നോളും. ഈ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ലെബനീസ് തന്നെയാണ് കേട്ടോ ഏറ്റവും ഒരു ക്യൂസീൻ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഇത് എക്സ്പ്ലോറിംഗ് ഒന്നും അല്ല, പക്ഷേ എന്ത് ബ്രെഡാവോ? ഐ എം നോട്ട് വെരി ഫെമിലിയർ വിത്ത് ദീസ് ലെബനീസ് ഡിഷസ്. ഗ്രിൽസൊക്കെ അടിപൊളിയാണെന്ന് അറിയാം, പക്ഷേ ഭയങ്കര ടേസ്റ്റ്. ഒരു മട്ടനാണെന്നറിയാം, ഒരു മിൻസ്ഡ് മീറ്റ് മട്ടൻ പോലെ, വെളി നല്ല ക്രിസ്പ് ബ്രെഡ്. ഇവരുടെ മീറ്റൊക്കെ ഉണ്ടല്ലോ ഫോക്കസ് ആവാത്ത, ഇരുട്ടായതുകൊണ്ടായിരിക്കും മീറ്റൊക്കെ. ഭയങ്കര ടേസ്റ്റ് ഫുഡ്. അടിപൊളി കേട്ടാ. ഷാർജയിലുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ റേറ്റിംഗും ഗൂഗിൾ റിവ്യൂ ഒന്നും അറിയില്ല. പുൾമാൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ബാർബർ റെസ്റ്റോറൻറ്റ്. നല്ല സ്റ്റാഫുമാണ്, നല്ല ഫുഡുമാണ്. റേറ്റ് എനിക്കൊന്ന് നാട്ടിലത്തെ കാട്ടി കുറവാണ്. ഈ ഗൾഫിൽ വന്ന് ഒരു കുബൂസും പൊളിച്ച് നമ്മൾ നല്ലൊരു ഇതുപോലെ ഒരു ഗ്രിൽഡ് മീറ്റും എടുത്ത്, ഹമൂസാണ് ഉള്ള ഒരു കൺഫ്യൂഷൻ വേണേ, ഹമൂസാണ് ഗാർലിക് പേസ്റ്റ് ആണോ എന്ന്. ഐ വുഡ് ഡെഫിനറ്റ്ലി പ്രിഫർ ഹമൂസ് ബിക്കോസ് ഇറ്റ്സ് ഹെൽത്തിയർ ആൻഡ് ഐ ലവ് ദ ടേസ്റ്റ്. ആൻഡ് സ്ട്രീറ്റിലിരുന്ന് വ്യൂവും കണ്ടുകൊണ്ട് ഇങ്ങനെ മാഷാ അല്ലാഹ്. ഓ, ഒരു ഫീല് തന്നെയാണ്. അപ്പോൾ നല്ലൊരു മീലൊക്കെ കഴിഞ്ഞു. ആൻഡ് പ്രിയയുടെ വിചാരം നമ്മൾ റൂമിലേക്കാന്ന്, പക്ഷെ നമ്മൾ റൂമിലേക്കല്ല. എങ്ങോട്ടാ? നോക്കട്ടെ. 5 സ്ട്രോബെറീസ് അതെ. ശരിക്കും കൊറിയൻ. ഒന്നുമില്ല. നമ്മുടെ ഹോട്ടലിൽ നിന്ന് 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ എന്തോ അൽ സുൽത്താൻ ഉഗ്ലു സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഗൂഗിൾ നോക്കിയപ്പോൾ നല്ല കുനാഫയാണെന്നാണ് കേട്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കുനാഫയും കൂടെ വാങ്ങിയിട്ട് നേരെ റൂമിൽ പോവാം.
നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണുന്ന പോലത്തെ കുനാഫയാണ് ഇവിടെ കിടക്കുന്നത്. ഷോ സൂപ്പർ. അതെന്തായാലും ഞാൻ വാങ്ങുന്നതായിരിക്കും ഒരു സ്ലൈസ്. പ്രിയ, നമ്മൾ ആ പിള്ളേരെ ഒരു കയ്യിൽ നിന്ന് പപ്പടം പോലത്തെ സാധനം വാങ്ങിക്കൊണ്ട് വന്ന കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇതേ ഇവിടുന്ന് തന്നെ. അപ്പോൾ സ്വീറ്റ് ആയിരിക്കുള്ളൂ, ഇതൊരു ബേക്കറി അല്ല. എന്താണെന്നറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാണ്. പപ്പടം എന്ന് തോന്നുന്നു. പപ്പടത്തിൻ്റെ മുകളിൽ എന്തോ ഹണി പോലെ എന്തോ ഇട്ടിരിക്കുന്ന പോലത്തെ സംഭവം. കുനാഫ സെറ്റാട്ടാ, അറിയില്ല. ഞാൻ എന്തായാലും കുനാഫ വാങ്ങുക. പ്രിയയുടെ കൺട്രോള് തോന്നുന്നു കേട്ടോ. അതെ, മറ്റേ ഉണ്ടയുണ്ട് ഇവിടെ. ഉണ്ടയുണ്ട്, ഈ സാധനം ഉണ്ട്. നമ്മുടെ ഒരു ജിലേബിയുടെ ഒക്കെ ഒരു റിച്ച് വേർഷൻ. ചുറോസാ, അതുപോലെയൊന്നും അല്ല. ഒന്നും കഴിക്കണ്ട കേട്ടാ. സോ നോക്കട്ടെ, കുനാഫ പ്രിയ കഴിക്കില്ല എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ഇരിക്കുകയാണ്. ഇത് ചീസൊക്കെ ഇത് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ വേറെ ഏതോ ടൈപ്പ് കുനാഫയാ. സ്മോക്കിംഗ് ഹോട്ട്. പിസ്സ മാറി നിൽക്കും. ഇത് പക്ഷേ ഞാൻ ഡോ വേറെ ഏതുവാന്ന് തോന്നുന്നു കേട്ടാ. നമ്മുടെ മറ്റേ കുനാഫ പേസ്ട്രി അല്ല, വേറെ ഏതോ ടൈപ്പ് ഡോവാ. ഡെലിഷ്യസ്, പെർഫെക്റ്റ് വേ ടു ഫിനിഷ് അപ്പ് ഫസ്റ്റ് ഡേ ഇൻ ദ ഗൾഫ്. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. പിന്നെ ഒരു സ്പൂൺ വേണോ? ഒരു സ്പൂൺ. ഭയങ്കര ടേസ്റ്റ്, വലിയ മധുരമില്ല. വരുന്നുണ്ട്. നിർബന്ധിച്ചോണ്ടാണ്. വേദന ഇതൊക്കെ കാണുമ്പോ ഒരു നാളമാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു കാര്യം കാണിച്ചു തരാം. വേദന അപ്പൊ അമ്മേനെ ഉമ്മ വെക്കുന്നതോ ഫുഡ് കൊടുക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു അപ്പൊ സ്റ്റേ ഹെൽത്തി. എന്താ? സ്റ്റേ ഹാപ്പി. ബൈ.